ഹലോ എവരിവൺ, ക്വാണ്ടിറ്റി സർവേയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫോർത്ത് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വാല്യുവേഷൻ ഓഫ് ബിൽഡിംഗ് ലാൻഡ് എന്നുള്ള ടോപ്പിക്കാണ് പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡസ് എ ക്ലൈം ടു വാട്ട് കോസ്റ്റ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ടു ബി സോൾഡ്. ഒരു സംഭവം വിറ്റിട്ടുണ്ട്, വിൽക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എത്ര വരുന്നുള്ളത് അതിന് അഡ്വൈസ് കൊടുക്കാനാണ്. റെന്റ് പെർ മന്ത് 3500. ആ പ്രോപ്പർട്ടി ബിൽഡിങ്ങിൽ നിന്നും ലഭിക്കുന്ന റെന്റ് എന്നുള്ളത് ഒരു മാസം 3500 ആണ്. ഏരിയ ഓഫ് ലാൻഡ് 300 മീറ്റർ സ്ക്വയർ. ഫ്യൂച്ചർ ലൈഫ് ഓഫ് ബിൽഡിംഗ് 40 ഇയർ. വാല്യൂ ഓഫ് ലാൻഡ് RS 1000 മീറ്റർ സ്ക്വയർ, 1000 per meter square. ടോട്ടൽ ഔട്ട് ഗോയിങ്സ് 25% ഓഫ് ഗ്രോസ് റെന്റ്. ഇതിന്റെ കൂടെ ഡാറ്റ കൂടെ ശരിക്കും അവൈലബിൾ ആവണം. അസ്യൂം capital interest is equal to 8% and redemption is equal to 6%. ഓക്കെ, ഇത്രയും ഡാറ്റ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാറുള്ളത് ആനുവൽ ഗ്രോസ് റെന്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ആനുവൽ ഗ്രോസ് റെന്റ് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹോസ്പിറ്റലിലെ കേസ് എടുത്തപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് റൂമിന് അല്ലെങ്കിൽ ഒരു ബെഡിന് 100 രൂപയാണ് പെർ ഡേ പറഞ്ഞത്. അവിടെ പെർ ഡേ എന്ന് പറഞ്ഞത് നമ്മൾ ആനുവൽ ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ അവിടെ 365 ഗുണിക്കണം എത്ര ബെഡ് ഉണ്ട്, ഒരു ബെഡിന്റെ പൈസ എത്രയാണ്, അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സമയത്ത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് വാല്യൂ എടുത്ത് ചെയ്തത്. കാരണം ക്വസ്റ്റ്യനിൽ ഗ്രോസ് ആനുവൽ റെന്റ് അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്ത് ചെയ്തത്. ഇവിടെ നോക്കൂ, റെന്റ് പെർ മന്ത് ആണ്, ഒരു മാസത്തെ റെന്റ് ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് ആനുവൽ ആണ്. ആനുവൽ ഗ്രോസ് റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 12 മാസമാണ്, 12 മന്ത് ആണ് ഒരു വർഷം ഉള്ളത്. അപ്പോൾ 12 × 3500. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എത്ര നോക്കാം. അതായത് 42,000 ആണ് ആൻസർ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഗോയിങ്സ് ആണ്. ടോട്ടൽ ഔട്ട് ഗോയിങ്സ് ഇതിലും ശ്രദ്ധിക്കണം. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നത്, സാലറി അതുപോലെ ഇലക്ട്രിക് ചാർജ് പോലെ സെപ്പറേറ്റ് തന്നത്. ഇവിടെ ആണെങ്കിലോ എത്ര ടോട്ടൽ എല്ലാ എക്സ്പെൻസ് കൂടി കൂട്ടിയിട്ട് എത്ര ശതമാനമാണ് എക്സ്പെൻസ് വരുന്നത് തന്നിട്ടുള്ള. നമ്മളത് ചെയ്താൽ മതി. ടോട്ടൽ ഔട്ട് ഗോയിങ്സ് ഈക്വൽ ടു 42,000 ഇൻറ്റു %25 ആണ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 10,500, 10,500 റുപ്പീസ്. ഓക്കെ, ഇതായിരിക്കും ആൻസർ. ദെൻ അടുത്തത് തേർഡ് സ്റ്റെപ്പ് നെറ്റ് ഇൻകം. ഈക്വൽ ടു ഗ്രോസ് റെന്റ് മൈനസ് ടോട്ടൽ ഔട്ട് ഗോയിങ്സ്. ഗ്രോസ് റെന്റ് നമുക്കറിയാം 42,000 മൈനസ് ടോട്ടൽ ഔട്ട് ഗോയിങ്സ് പറഞ്ഞാൽ 10,500, 10,500. ഇനി ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്നുള്ളത് 31,500 റുപ്പീസ് ആയിരിക്കും സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണണം. അത് കാണണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഇയർ ഓഫ് പർച്ചേസ് കണ്ടെത്തണം. അവർ ഇയർ ഓഫ് പർച്ചേസ് ഈക്വൽ ടു 1/IC + I എന്നായിരിക്കും. ഓക്കെ, ഞാൻ ഈ വാല്യൂ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നെറ്റ് ഇൻകം is equal to 31,500. ഓക്കെ, ദെൻ നമുക്ക് YP ഇയർ ഓഫ് പർച്ചേസ് കണ്ടെത്തണം. ഇയർ ഓഫ് പർച്ചേസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കാം. ഇയർ ഓഫ് പർച്ചേസ് കാണാൻ വേണ്ടിയിട്ട് IC + I കാണണം. അതിൽ I അവൈലബിൾ ആണ്. IC കണ്ടെത്തണം. IC is equal to small ic plus 1 plus IC plus raised to n-1. IC by 1 plus IC all raised to n-1 എന്നാണ്. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിഡംഷൻ ആണ്, സിങ്കിങ് ഫണ്ട് ഇൻട്രസ്റ്റ് ആണ് 6%. അതിന് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.06, 1 plus 0.06. ദെൻ ഓൾ റൈസ് ടു n. ഇതിൽ ഫ്യൂച്ചർ ലൈഫ് തന്നിട്ടുണ്ട്, ബിൽഡിംഗ് 40 വർഷമാണ്, 40 -1. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 0.00646 എന്നുള്ള ആൻസർ ലഭിക്കും. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇയർ ഓഫ് പർച്ചേസ് കണ്ടെത്താം. ഇയർ ഓഫ് പർച്ചേസ് ഈക്വൽ ടു 1 ബൈ ക്യാപിറ്റൽ ഐ സി എന്ന് പറഞ്ഞാൽ 0.00646 പ്ലസ് ദെൻ അടുത്തത് വരുന്നത് ഐ ആണ്, സ്മോൾ ഐ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആണ്. അതിന്റെ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.08. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 15.046 എന്നായിരിക്കും ആൻസർ ലഭിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് 5th കഴിഞ്ഞാൽ 6ാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ക്യാപിറ്റൽ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ വാല്യൂ ഈക്വൽ ടു നെറ്റ് ഇൻകം ഇൻറ്റു YP. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31,500 ഇൻറ്റു 15.046 ഇയർ ഓഫ് പർച്ചേസ്. ഇത് സോൾവ് ചെയ്ത് ഞാൻ കിട്ടുന്ന ആൻസർ എന്ന് 4,73,900. Capital value is equal to net income into YP, 31,500 into 15.046. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 4,73,944 റുപ്പീസ് അത്ര വരും. ഓക്കെ, 4,73,944 അത്രയും എമൗണ്ട് വരും. ഇതായിരിക്കും ക്യാപിറ്റൽ വാല്യൂ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പോൾ ക്യാപിറ്റൽ വാല്യൂ ഈസ് ഈക്വൽ ടു 4,73,944. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 6th കഴിഞ്ഞു. ഇനി 7th സ്റ്റെപ്പ് എന്നുള്ളത് ടോട്ടൽ വാല്യൂ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ലാൻഡ് ടോട്ടൽ ഉള്ളത് ഏരിയ ഓഫ് ലാൻഡ് 300 ആണ്. 300 ഇൻറ്റു 1 മീറ്റർ സ്ക്വയറിന്റെ റേറ്റ് 1000 ആണ്. ദെൻ ഇത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ 3 lakh ആയിരിക്കും. ഓക്കെ, 3 lakh എന്നായിരിക്കും ആൻസർ ലഭിക്കുക. നമുക്ക് വേണ്ടത് ഈ വാല്യൂ അല്ല, ഡിഫേർഡ് വാല്യൂ ഓഫ് ലാൻഡ് ഫോർ 40 years at 6% ഇൻട്രസ്റ്റ്. ഇതിന്റെ വാല്യൂ വരിക എന്ന് വെച്ചാൽ 3 lakh ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ 6 ആണ്. 0.06 all raised to n എന്ന് പറഞ്ഞാൽ 40. ഓക്കെ, ഇത്രയാണ് വരിക. അതായത് 3 lakh ഐ എമൗണ്ട് ബൈ 1 പ്ലസ് ഐ റൈസ് ടു n. അതാണ് സിമ്പിൾ. ഐ എന്നുള്ളത് റിഡംഷൻ ആണ്, ഇൻട്രസ്റ്റ് ഓഫ് റിഡംഷൻ ആണ്. ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് അല്ല, ഇൻട്രസ്റ്റ് ഓഫ് റിഡംഷൻ ആണ്, സിങ്കിങ് ഫണ്ട് ആണ്. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 29,167 അത്രയും എമൗണ്ട് കിട്ടും. 29,167 റുപ്പീസ് എന്നുള്ള ആൻസർ ലഭിക്കും. ദെൻ ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ദെൻ ഇനി ടോട്ടൽ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി ഈക്വൽ ടു 1 പ്ലസ് 2. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,73,944 പ്ലസ് 29,167. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 5,03,116 റുപ്പീസ് എന്നുള്ള ആൻസർ വരും. 5,03,116 ആണ് ടോട്ടൽ ആൻസർ വരിക. ടോട്ടൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി. ഇവിടെ ചെയ്തത് മുമ്പ് ചെയ്ത പ്രോബ്ലം അതുപോലെ തന്നെയാണ്, കുറച്ചുകൂടെ അതിനേക്കാൾ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എല്ലാം ഡയറക്റ്റ് വാല്യൂ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, റെന്റ് പെർ മന്ത് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇൻറ്റു 12 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ആനുവൽ ഒരു വർഷത്തെ ടോട്ടൽ റെന്റ് കിട്ടുക. ആ റെന്റിൽ നിന്നും ടോട്ടൽ ചെലവ് കുറച്ചു. അപ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടി. അതിൽ നിന്നും ഇയർ ഓഫ് പർച്ചേസ് ഇയർ ഓഫ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടി. അപ്പോൾ ബിൽഡിങ്ങിന്റെ വാല്യൂഷൻ ആയി. ദെൻ അതിനുശേഷം ചെയ്ത കാര്യം വാല്യൂ ഓഫ് ലാൻഡ് കണ്ടെത്തി. ദെൻ ഡിഫേർഡ് വാല്യൂ അറ്റ് 40 year അറ്റ് 6% ഇൻട്രസ്റ്റിൽ ഉള്ള എമൗണ്ട് കണ്ടെത്തി. ആ എമൗണ്ടും ബിൽഡിങ്ങിന്റെ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി നമ്മൾ ലഭിച്ചു. ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എന്തായാലും ഈ പ്രോബ്ലം ഇവിടെ അവസാനിക്കുകയാണ്. ഓൾമോസ്റ്റ് ഈ ഒരു മൊഡ്യൂൾ ത്രൂഔട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി മൊഡ്യൂൾ അവസാനിക്കുകയാണ്. ക്വാണ്ടിറ്റി സർവേ ത്രൂഔട്ട് എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും പുതിയ സബ്ജക്റ്റുകളുടെ പുതിയ ടോപ്പിക്കുമായിട്ടൊക്കെ വീണ്ടും കാണാം. താങ്ക് യു.